അപ്പം എൻ്റെ അടുക്കളയിൽ പണിയൊക്കെ കഴിഞ്ഞ് കുളിയും കഴിഞ്ഞു കേട്ടോ. ഞാൻ പൂ പറിക്കാനായിട്ട് വന്ന കുറച്ച് ലേറ്റായി, സാരമില്ല. നമുക്ക് ഇവിടെ കുറേ ചാടി കിടപ്പുണ്ട്, വെള്ളപ്പൂവൊക്കെ ഇവിടെ ചാടി കിടപ്പുണ്ട്. പിന്നെ കുറച്ച് റോസ പറിക്കാം, മഞ്ഞപ്പൂ പറിക്കാം, ചെമ്പരത്തി ഉണ്ട്, ചെമ്പരത്തി പറിക്കാം. അപ്പോൾ ഇന്ന് അനിഴന്ന ആളാണ്. എങ്ങനെ കയറും പരിശുദ്ധ പിതാവേ. അമ്മച്ചി മതിൽ ചാടിയോണ ചാടി. അപ്പം ഞാൻ പോയി പൂ പറിക്കട്ടെ. ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇവിടെ എല്ലാവരും കിടന്നുറങ്ങും കേട്ടോ. നല്ല നേരത്തെ നമ്മൾ കിടന്നുറങ്ങി. കാരണം ഇന്നലെ നമ്മുടെ കോളേജിൽ ഓണം സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നിച്ചുള്ള പ്രോഗ്രാമുകൾ, കൾച്ചറൽ ഐറ്റംസ്, ഉറിയടി, തലയണയടി, പിന്നെ വടം വലി, ഇതൊക്കെ ആയിരുന്നേ. സദ്യയൊക്കെ ഓരോ ക്ലാസ്സിലെ കുട്ടികൾ സെപ്പറേറ്റ് ആയിട്ടാണ് നടത്തിയത്. അപ്പം നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുടെ കൂടെ ഇരുന്ന് കഴിക്കാനും പായസം കഴിക്കാനും ഒക്കെ സാധിച്ചു. അതിലൊക്കെ ഒത്തിരി സന്തോഷം. അങ്ങനെ നമ്മുടെ കോളേജിലെ ഓണാഘോഷം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, ഞാനൊക്കെ കോളേജിൽ പഠിച്ചു വന്ന ആ ഒരു കാലഘട്ടം ഒരിക്കലും നമ്മളെ വിട്ടു പോകുന്നില്ല. കാരണം വീണ്ടും വീണ്ടും അതേ ചുറുചുറുക്കും അതുപോലെയൊക്കെ തന്നെ നടക്കുന്ന ആ കുട്ടികളുടെ ഇടയിലൂടെയൊക്കെ നമ്മൾ വീണ്ടും ഇങ്ങനെ നടക്കുമല്ലേ. അപ്പം നമ്മുടെ ആ ഒരു കാലഘട്ടം എന്നിൽ നിന്ന് ഒരിക്കലും വിട്ടുമാറുന്നില്ല. അതാണ് കേട്ടോ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫീൽഡിൽ നിൽക്കാൻ തന്നെ കാരണം. എൻ്റെ ഏറ്റവും ജീവിതത്തിലെ മനോഹരമായ കാലഘട്ടം എന്ന് പറയുന്നത് ഡിഗ്രി കാലഘട്ടമായിരുന്നേ. അപ്പം ഒരിക്കലും അതുകൊണ്ട് എനിക്ക് എൻ്റെ സ്റ്റുഡൻസിനെ വിട്ടിട്ട് നിൽക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഞാൻ അവരുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ അവരിൽ ഒരാളായിട്ട് മാറുന്ന പോലെ, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു കാലഘട്ടം ഒരിക്കലും അവസാനിച്ചിട്ടില്ല, ആ പഠന കാലഘട്ടം അവസാനിച്ചിട്ടില്ല എന്നൊക്കെ തോന്നിപ്പോകാറുണ്ട്. അപ്പം അതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. ഒരിക്കലും ഞാൻ അവരുടെ ഇടയിൽ നിൽക്കുമ്പോൾ ഒരു ടീച്ചർ എന്നുള്ള നിലയിലേക്ക് ഞാൻ ചിന്തിക്കാറ് പോലുമില്ല. സത്യത്തിൽ ചിലപ്പോൾ ഞാനതൊക്കെ മറന്നു പോകാറുണ്ട്. അവരതങ്ങനെ അറിയുന്ന പോലും ഉണ്ടാവില്ലായിരിക്കും മനസ്സുകൊണ്ടൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു വന്നപ്പോൾ അതൊന്നും അല്ല. ഓണാഘോഷമൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നു. പക്ഷെ നമുക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ആഴ്ച ക്ലാസ് ഉണ്ട്. ഓണാഘോഷം നേരത്തെ നടന്നെങ്കിൽ പോലും രാവിലെ വെച്ചാൽ ഇന്നലെ കോളേജിൽ നിന്ന് പോരുമ്പോൾ തന്നെ 6:45 ആയിട്ടുണ്ടായിരുന്നു. 7 മണിയോളം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 7 മണി ആയപ്പിന്നെയാണ് പോകുന്നത്. ഞാൻ 6:58 എങ്ങാണ്ട് പഞ്ച് ചെയ്തേന്ന് തോന്നുന്നു തിരിച്ചു പോരാൻ നേരത്ത്. അപ്പം ഞാനുണ്ടായിരുന്നു, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ടീച്ചറുണ്ടായിരുന്നു. അപ്പം സോനു മിസ്സിനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. അങ്ങനെ ഞങ്ങളുടെ ഓണാഘോഷ പരിപാടികൾ കഴിഞ്ഞു. ഇന്നലെ ഇത്രയും വൈകി വന്നുകൊണ്ടാണ് തറവാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ വന്നിട്ട് വലിയ ഞാൻ പാൽ വാങ്ങിച്ചോണ്ടായിരുന്നു. ഞാൻ ചായ ഉണ്ടാക്കി കുടിച്ചു, ബ്രെഡ് ഉണ്ടായിരുന്നു അതും കഴിച്ചു. ചോറൊക്കെ ഇരിപ്പുണ്ടായിരുന്നെങ്കിലും നാളെ പട്ടിക്കുട്ടന്മാർക്കൊക്കെ കൊടുത്തു. ചേട്ടനാണെങ്കിലും ഞാൻ രാവിലെ ചെറുപയർ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ. ചേട്ടൻ വന്നിട്ട് അതാണ് കഴിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്താഴത്തിന് വലിയ പണിയോ മെനക്കേടോ ഒന്നും ഉണ്ടായില്ല. തറവാട്ടിലേക്ക് പോകാനും പറ്റിയില്ല, ലേറ്റായിട്ടാണ് വന്നത്. പിന്നെ 3:30 മുതൽ നിൽക്കുന്നതായി വടം വലിയുടെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് കാലിന് നല്ല വേദനയായിരുന്നു. അതുകൊണ്ട് നേരത്തെ കയറി കിടന്നു. ഇന്നലെ 9 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കയറി കിടന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ ഉറക്കവും പിടിച്ചു. കിടന്ന വഴി ഞാൻ ഉറങ്ങും, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ 4:30 ആയപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റ് കിടക്കണം. എനിക്ക് എന്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അപ്പം ഞാനിങ്ങനെ ഓർത്തു, കുറേ നാളായല്ലോ രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റ് കുക്ക് ചെയ്തിട്ട്, എങ്കിൽ പിന്നെ ഇന്നങ്ങ് ആയിക്കൂടെ എന്ന് ചിന്തിച്ച് ഞാനിപ്പോൾ ഇതേ അവിയലിന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചോറാണെങ്കിൽ ഇതേ അടുപ്പത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്, തിളച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇച്ചിരി പച്ചപ്പയർ മെഴുക്കുവരട്ടി ഉണ്ടാകുന്നുണ്ട്, പയറൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുക്കിങ്ങിലൊക്കെയാണ്. അപ്പം ഞാൻ വെള്ളരിക്ക ഉണ്ട്, വെള്ളരിക്ക ചാറുകറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അവിയൽ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എത്രയൊക്കെ മെഴുക്കുവരട്ടിയോ എത്രയൊക്കെ തോരനോ എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരു ചാറുകറി വേണം ചേട്ടന്. അപ്പം ഞാൻ വെള്ളരിക്ക ചാറ് വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. മോരില്ല, അല്ലെങ്കിൽ തൈരില്ലേ, അല്ലെങ്കിൽ പിന്നെ അതിട്ടിട്ട് വെള്ളരിക്ക മോരുകറി വയ്ക്കായിരുന്നു. ചാറ് തേങ്ങ അരച്ച് വെച്ചാലും ഭയങ്കര ടേസ്റ്റല്ലേ. ചോറിങ്ങനെ തിളയ്ക്കുവാണ്. അപ്പം അങ്ങനെ ആഘോഷങ്ങളുടെ ഇടയ്ക്ക് ഓരോ വാർത്തകളൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ സങ്കടം വരും.
ഇപ്പം എത്ര നാളാന്ന് വെച്ചാൽ ഞാനിങ്ങനെ എല്ലാവരെയും ഉപദേശിക്കുക, അല്ലെങ്കിൽ പിന്നെ കുറച്ച് അവബോധന ക്ലാസ്സുകളൊക്കെ തരിക. കാരണം ഇന്നലെ കണ്ടൊരു ന്യൂസാണ്. ഇപ്പം എന്നീ കൊച്ചു കുട്ടികൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ന്യൂസ് മാത്രമേ ഉള്ളൂ. പറഞ്ഞ് എനിക്കും കേട്ട് കേട്ട് നിങ്ങൾക്കും മടുപ്പാകും. പക്ഷെ പറയാതിരിക്കാനും പറ്റില്ല. ഇന്നലെ തെലുങ്കാനയിലോ കേരളത്തിലല്ല, ഒരു 10ാം ക്ലാസ്സിലെ കുട്ടികൾ ചേർന്നിട്ട് അവരുടെ HMനെ 27 തവണ കുട്ടീന്ന് കുത്തി കൊന്നു. ഇതൊക്കെ 10ാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചെറിയ പിള്ളേരല്ലേ. ഞാനപ്പോൾ ഇങ്ങനത്തെ ന്യൂസൊക്കെ കാണുമ്പോഴത്തേക്ക് ആദ്യം ചിന്തിക്കുക, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ആ സമയത്ത് എന്തൊക്കെയായിരുന്നു, എൻ്റെ ചിന്താഗതികളൊക്കെ എന്തായിരുന്നു എന്നൊക്കെയായിരുന്നു. ഓണക്കാലമൊക്കെ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സമയമൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെയൊക്കെ ചിന്താഗതി ഓണത്തിന് പുതിയ ഉടുപ്പെടുക്കുമോ, ഉടുപ്പെടുത്ത് തരുമോ, ഓണത്തിന് എന്തായിരിക്കും. അമ്മ വീട്ടിലൊന്നും അങ്ങനെ ഓണക്കാലത്തൊന്നും പോകാറൊന്നുമില്ല. അതുപോലെ വർഷത്തിലൊരിക്കലുള്ള പോക്കൊക്കെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഓണത്തിനൊക്കെ എന്തായിരിക്കും, ഓണത്തിന് എന്താ കൂട്ടുകാരുടെ കൂടെ അത് കളിക്കണം ഇങ്ങനെയുള്ള ചിന്താഗതിയൊക്കെയുള്ള കാലഘട്ടങ്ങളായിരുന്നു. പക്ഷെ ഇന്നത്തെ പിള്ളേരുടെ ചിന്താഗതി അതൊന്നുമല്ല. വലിയ ഉയർന്ന, ഞാനൊന്നും സങ്കല്പിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും ആഡംബര ജീവിതങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള ചിന്താഗതികളിലൂടെയാണ് ഇപ്പം നമ്മുടെ മക്കളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ അടുത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക, അല്ലാതെ ഇപ്പം നമുക്ക് വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യാനില്ല. ഇന്നാണ് ആൻസൂട്ടൻ്റെ ഓണാഘോഷ പരിപാടി കേട്ടോ. ആൻസൂട്ടൻ ഇന്ന് പുതിയ ഉടുപ്പൊക്കെ ഇട്ടാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ പുതിയ ഉടുപ്പൊക്കെ കാണിച്ചിരാവേ. ഞാൻ ആൻസിന് പുതിയ ഉടുപ്പെടുത്ത് കൊടുത്തായിരുന്നു. ഓണക്കോടിയല്ല, കഴിഞ്ഞ ദിവസം ചുമ്മാ മഹാറാണിയിലൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു തൊടുപുഴ. അപ്പം മഹാറാണി എന്നല്ല കേട്ടോ, സീമാസിൽ കയറിയിട്ടുണ്ടായിരുന്നു. മഹാറാണി പോയി, എന്നിട്ട് അവിടെ നിന്ന് സീമാസിൽ കയറിയപ്പോൾ സീമാസിൽ നിന്ന് എടുത്ത ഒരു ഉടുപ്പാണ്. ഭയങ്കര രസമുള്ള ഒരു വൈറ്റ് കളർ ഷർട്ടാണ്. പിന്നെ ഒരു വൈറ്റ് പാൻറ്റും എടുത്തിട്ടുണ്ട്. ആ പാൻസ് അതാണോ ബ്ലാക്കാണോ ഇടുന്നതെന്ന് അറിയില്ല. നല്ല കഷി ഉടുപ്പൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്. ഞാൻ ആൻസിനെയും ആ പഴയ കാലഘട്ടത്തിലൂടെയൊക്കെ ആട്ടോ ജീവിപ്പിക്കുന്നത്. അവരെ പുതിയ രീതിയിലേക്ക്, അല്ലെങ്കിൽ ഒരു ജെൻസി ആയിട്ടോ ആൽഫയായിട്ടോ ബീറ്റയായിട്ടോ വളർത്താനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഉറങ്ങാൻ തന്നെ പേടിയാകും. ഉറങ്ങാനും ഒറ്റയ്ക്ക് കുട്ടികളെ വിടാനൊക്കെ സത്യം പറഞ്ഞാൽ പേടിയാകും. എന്നെപ്പോലെ ഉള്ളവരൊക്കെ ഉണ്ടായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നു നിങ്ങളിൽ. ഞാൻ പച്ചക്കറികൾ കൂടുതൽ ഉണ്ടാക്കാറുണ്ട്. പണ്ട് പോലും എല്ലാ തരം പച്ചക്കറികളും ഉണ്ടാക്കാറുണ്ട്. ചിലപ്പോൾ ഞാൻ കറി വെക്കാനൊക്കെ തീർന്നു പോയാൽ പെട്ടെന്നൊന്നും ഞാൻ വാങ്ങത്തില്ലേ, എന്നിട്ട് ഉള്ളത് കൊണ്ടൊക്കെ ഞാൻ ഉണ്ടാക്കും. കാരണം എല്ലാം അങ്ങ് സുലഭമായി കൊടുത്താലും ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് ആൻസിന് പച്ചക്കറി ഭയങ്കര ഇഷ്ടമാണ്. ആൻസ് പച്ചക്കറി എങ്ങനെ വേവിച്ച് കൊടുത്താലും കഴിക്കും. കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, പണ്ട് വേവിച്ച് തന്നുകൊണ്ടിരുന്നോണം ഉരുളക്കിഴങ്ങ് ചുമ്മാ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടൊന്ന് വേവിച്ച് ഡ്രൈ ഫ്രൈയുടെ കാര്യമാണ് അവൻ ഉദ്ദേശിച്ചത്. ഇച്ചിരി പപ്പടങ്ങൾ വാങ്ങിയിട്ട് വറുത്ത് തരാമോ. അപ്പോൾ ഇവിടുത്തെ പപ്പടം തീർന്നു. ഇപ്പോൾ ഈ ആഴ്ച ഇപ്പോൾ 2 ദിവസമായിട്ട് പപ്പടം പൊരിച്ചിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയിപ്പം അടുത്ത ആഴ്ച ഓണമല്ലേ, ആ സമയത്ത് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഓണത്തിന് വാങ്ങുന്ന പപ്പടം ഏതായാലും മൊത്തം എടുക്കില്ലല്ലോ. അപ്പോൾ കുറച്ചങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ അത് പിന്നെ ഒരു ദിവസം അതിന് ഉരുളക്കിഴങ്ങ് കൂട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അതെ, ഇവിടെ അവിയലിൻ്റെ പച്ചക്കറിക്ക് കുറേ അരിഞ്ഞിട്ടുണ്ട്. അതങ്ങോട്ട് മാറ്റട്ടെ. ആ പാത്രത്തിൽ അരിഞ്ഞാളുമാണ്. കുറച്ച് വെള്ളരിക്ക എടുത്തിട്ട് ചാറ് വയ്ക്കണം. ചേട്ടൻ എണീറ്റിട്ടില്ല, ചേട്ടൻ നല്ല ഉറക്കമാണ്. അവിയൽ എത്രമാത്രം ഉണ്ടാക്കി കൊടുക്കുന്നോ അത്രയും ഇഷ്ടമാണ്. അപ്പം ഞാനിതൊക്കെ അരിഞ്ഞിട്ട് വരാം. ഇത് കണ്ടോ, അവിയലിന് തേങ്ങ ചതച്ചെടുക്കാനായിട്ട് എടുത്തപ്പോൾ പച്ചമുളകും പിന്നെ ജീരകം ചേർത്തല്ല ചതയ്ക്കുന്നത്. അപ്പോൾ കിട്ടിയതാണ് ഇരട്ട മുളക്. ഇങ്ങനെ ഇരമുളകൊന്നും ഞാനങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. ഇന്നാളൊരു തവണ കിട്ടിയെന്ന് തോന്നുന്നല്ലേ, സയാമീസായിരുന്നു കേട്ടോ. ഇതുണ്ട്, എല്ലാത്തിലും ഉണ്ടല്ലേ, സസ്യങ്ങളിലും ജന്തുക്കളിലും മനുഷ്യരിലും ഒക്കെ ഉണ്ട് ഈ സയാമീസ് പ്രതിഭാസം. അപ്പോൾ ജീരകവും തേങ്ങയൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു എരിവിന് 2 പച്ചമുളക്. കാരണം ഇത് ഏറ്റവും സിമ്പിളായ കറിയല്ലേ. തേങ്ങ ഒതുക്കി ഇടുക, ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങോട്ട് എടുക്കുക. എന്ത് സിമ്പിളാണ് അവിയൽ, പക്ഷെ ഭയങ്കര ടേസ്റ്റും അല്ലേ.
ഞാനിതൊന്ന് ചതച്ചെടുക്കട്ടെ. ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു കഷ്ണങ്ങൾ വെന്താൽ ഡയറക്റ്റ് അതിനകത്തേക്ക് ചേർക്കാമായിരുന്നു. എൻ്റെ കുക്കിങ്ങൊക്കെ ഏകദേശം തീരാറായിരിക്കാം. ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഇതോടെ ഉണ്ടാക്കിയാൽ മതി. ഇച്ചിരി മീൻ വറുക്കാനുണ്ട്. ഇപ്പം നമ്മുടെ ചാറുകൾക്ക് വേണ്ടിയിട്ട് കടുക് പൊട്ടിക്കുക. ഇപ്പം നേരെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാനും മധുരക്കിഴങ്ങ് പുഴുങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് ദിവസമായി മധുരക്കിഴങ്ങ് ഓഗസ്റ്റ് 15 വാങ്ങി വെച്ചിരിക്കുന്നത്. നമ്മുടെ ഹാൻസൂട്ടൻ്റെ സ്കൂളിൽ നിന്ന് നെഹ്റു ആയത് ഹാൻസൂട്ടനാണ് കേട്ടോ. അപ്പം അതിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല, അതിന് പോസ്റ്റ് ചെയ്യണം. അപ്പം അത് വോയിസ് ഓവർ കൊടുക്കാനുണ്ട്. അതുകൊണ്ടാണ് അത് ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അന്ന് നെഹ്റുവായിട്ട് പിന്നെ അവർക്ക് SPCയിൽ തൊടുപുഴ അതിൻ്റെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നെഹ്റുവിനെ ഞാൻ തൊടുപുഴ കൊണ്ടുപോയി. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു കടയിൽ മധുരക്കിഴങ്ങ് ഇരിക്കുന്നതുകൊണ്ട് വാങ്ങിയതാണ്. അതാണ് പുഴുങ്ങിയത്. അപ്പോൾ ഞാനത് ഇന്ന് പുഴുങ്ങാമെന്നാണ് വിചാരിച്ചത്. അത് ഈ ആഴ്ചയിൽ പപ്പ ഉണ്ടാക്കി, ഇഡലി ഉണ്ടാക്കി, ഇഡലി ഉണ്ടാക്കി, പുട്ടുണ്ടാക്കി, ദോശ ഉണ്ടാക്കി, അതൊക്കെ ഉണ്ടാക്കി. അപ്പോൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ കപ്പയൊന്നും പുഴുങ്ങിയിട്ടില്ല. അപ്പം ഇന്ന് മധുരക്കിഴങ്ങ് പുഴുങ്ങാമെന്നൊക്കെ വിചാരിച്ചു. ചാറുകറിയിൽ കടുക് പൊട്ടിച്ച് ചേർത്തു. ഇനി വേണ്ട, മധുരക്കിഴങ്ങ് ഇവിടെ റെഡിയാണ്. അതിന് നമുക്ക് കുക്കറിലേക്ക് ഇടുക. ഒറ്റ വിസിലിന് മുമ്പേ തന്നെ ഇടണം, അല്ലെങ്കിൽ സാധനം പെട്ടെന്ന് വെന്തു പോകും. കഴുകിയെല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. ഹാൻസൂട്ടൻ്റെ സ്കൂളിൽ ഓണാഘോഷ പരിപാടിയാണ്. അത് കഴിയുമ്പോൾ SPCയുടെ ക്യാമ്പ് തുടങ്ങും. 3 ദിവസത്തെ ക്യാമ്പാണ്. വീട്ടിൽ വരാം. അത് തന്നെ വലിയ മതി. അതുകൊണ്ട് രാവിലെ ആടെ എൻ്റെ കാര്യം കൊടുത്തിട്ടുണ്ട്. അപ്പം അതാ മധുരക്കിഴങ്ങ് റെഡി. ഒരു കാര്യം കൂടി ഉണ്ടാക്കുക. പച്ചപ്പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കണം. ഇത് കഴുകണം. പച്ചപ്പയർ മെഴുക്കുവരട്ടി അത് പിന്നെ സെറ്റ്. ആദ്യം ഉണ്ടാക്കിയത് അവിയലാണ്. പിന്നെ ഉണ്ടാക്കിയത് ഞാൻ ചാറുകറിയാണ്. ഇതാ നമ്മുടെ ചാറുകറി. ചേട്ടന് ചാറുകറി നിർബന്ധ. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് പയറാണ്. ഇതിപ്പം ഇച്ചിരി മീനെടുത്തിട്ട് ഉണക്കമീനാണ് കേട്ടോ. അത് ഞാൻ വറക്കാൻ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മുടെ മധുരക്കിഴങ്ങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ തണുത്ത് കഴിയുമ്പോഴാണ് ചേട്ടൻ വന്ന് കുടിക്കുകയുള്ളൂ. കാരണം ചേട്ടന് ചൂട് ചായ വലിയ ഇഷ്ടമൊന്നുമില്ല, തണുപ്പിച്ച് കുടിക്കണ ഇഷ്ടം. ഞാൻ എന്നും ചായ ഉണ്ടാക്കി വെച്ചാൽ ചേട്ടൻ അപ്പം വരാറില്ല. അതായത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ചേട്ടന് തണുത്ത ചായയാണ് ഇഷ്ടം എന്നാണ്. ഞാൻ തീ കത്തിക്കാൻ വേണ്ടി നോക്കിയത്. ഇനി അത് അവിടെ വെച്ചിട്ട് പോകും കേട്ടോ. ഇപ്പോഴെങ്കിലും കുടിക്കൂല. ഓ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. ഞാൻ കുളിക്കാൻ പോവാണ്. ഇന്ന് നേരത്തെ പണികളെല്ലാം തീർന്നു. 5 മണിയായപ്പോൾ 7 മണിയായപ്പോൾ തീർന്നു. അപ്പോൾ ഞാൻ ഇനി കുളിയും കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറി നേരത്തെ കോളേജിൽ പോകുമ്പോഴേ ഇല്ലേ, അതല്ലേ ഉള്ളൂ. എന്നാലും ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ 2 ദിവസം കൂടെ ഇപ്പൊ ഞാൻ കൊണ്ട് വിട്ടു വരുമല്ലോ. അടുത്ത മാസം തുടങ്ങി, അടുത്ത സീസൺ തുടങ്ങി. ഈ
ഈ 5 മണിക്ക് കേൾക്കുവാണെങ്കിൽ ഈ 8:30 ബസ്സിന് ഓടിപ്പാഞ്ഞ് നേരത്തെ കിടക്കണം 9:30 ആവുമ്പോ കിടക്കണം. അല്ല ഇത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ചാച്ചന്റെ അടുത്ത് നേരത്തെ പോയിട്ട് വന്നോ. അത് പോകാതിരിക്കാൻ പറ്റൂല്ലോ. നല്ല ജിമ്മിക്ക് കമ്മലൊക്കെ ഇട്ടുണ്ടായ ആ കമ്മല് കോരി വെച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ ഓണത്തിൻ്റെ കോളേജിൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് പിള്ളേരുടെ കൂടെ പായസം കുടിച്ച വീഡിയോ മാത്രമേ എടുത്തുള്ളൂ. അയ്യോ, പിന്നെ പിള്ളേരെല്ലാവരുടെ ഡാൻസ് കൾച്ചറൽ പ്രോഗ്രാമിൻ്റെ ഡാൻസ് കളിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അല്ലാതെ വേറെ വ്ളോഗായിട്ടൊന്നും എടുത്തൊന്നുമില്ല. അപ്പം ഇനി ഞാൻ കുളിക്കാൻ പോവുകയാണ്. അതിന് മുമ്പ് ഞാൻ ചായ ഒന്ന് കുടിക്കട്ടെ. അതേ ഉണ്ടായിരുന്നുള്ളൂ. 4 പ്രാവശ്യം വറുത്തു. ആ, പച്ചമീനേക്കാളും ലാഭമാ സത്യത്തിൽ അല്ലേ? ആ മീനെ നിന്ന് ചുട്ട് തരുമോ ചേട്ടാ? അതിനാ പോയിട്ട് വന്നിട്ട് ഒത്തിരി നാൾ ഇരുന്നാ പിന്നെ അവരുടെ ടേസ്റ്റ് പോവും. വേണ്ട, വാഴയില മതി ചേട്ടാ. ചേട്ടാ എടുത്തെടുത്ത് വെള്ളത്തിൽ ഇടണം. എന്നതാ അത് നമുക്ക് ഏത് ചട്ടിയിലോ എവിടെയെങ്കിലും ഉണ്ടാക്കാം. മൺചട്ടി ഉണ്ടാക്കാവോ? എന്നാ അലൂമിനിയത്തിന്റെ എടുക്കാം. പാൻ വലിയ പാനില്ലേ, കുഴി കൂടുതലുള്ള അത് മതി. രണ്ടെണ്ണം വെച്ചിടാം. അത് തല കളയല്ലോ, തല കളയാതെ വേണം. അപ്പം എൻ്റെ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ് കുളിയും കഴിഞ്ഞു കേട്ടോ. പിന്നെ പൂ പറിക്കാനായിട്ട് വന്ന കുറച്ച് ലേറ്റായി, സാരമില്ല. നമുക്ക് പൂ ഇവിടെ കുറേ ചാടി കിടപ്പുണ്ട്. വെള്ളപ്പൂവൊക്കെ ഇവിടെ ചാടി കിടപ്പുണ്ട്. പിന്നെ കുറച്ച് റോസ പറിക്കാം, മഞ്ഞപ്പൂ പറിക്കാം, ചെമ്പരത്തി ഉണ്ട്, ചെമ്പരത്തി പറിക്കാം. അപ്പോൾ ഈ അനിഴന്ന ആളാണ്. എങ്ങനെ കയറും പരിശുദ്ധ പിതാവേ. അമ്മച്ചി മതിലി ചാടിയോണ ചാടി. അപ്പം ഞാൻ പോയി പൂ പറിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ ഇന്ന് നമ്മുടെ പൂക്കൂടയിൽ ഒത്തിരി പൂ കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ഇടട്ടെ കേട്ടോ. എങ്ങനെ ഇടണം എന്നൊന്നൊരു ഐഡിയ ഇല്ല. എന്താണെങ്കിലും ഞാൻ ഇടട്ടെ. ലാസ്റ്റ് ഇല ഇടുന്നുള്ളൂ. ആദ്യം എന്താണെങ്കിലും ഞാൻ നടുക്കുന്ന റോസാപ്പൂവാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ട് കണ്ടാൽ മതി എന്ന് മൊബൈൽ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ എൻ്റെ അനിഴപ്പൂ ഇട്ടു കേട്ടോ. ചേട്ടൻ ജോലിയിലായിരുന്നു. അതാ ബോട്ട്സൊക്കെ ഇട്ട് വന്നിരിക്കുന്ന ജോലിമാൻ, ജോബ് മാൻ. അറിഞ്ഞൂടാ. അപ്പം ചേട്ടൻ എനിക്ക് ഫോട്ടോയൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ ഇന്നത്തെ അനിഴപ്പൂ ഇട്ടു. ഇപ്പം അനിഴപ്പൂ ഇച്ചിരി നല്ല റൗണ്ടായി വന്നു കേട്ടോ. ഇത്രയൊക്കെ പൂ മതി നമുക്ക് ഉത്രാടത്തിന് ഇടാനായിട്ട്. പുറത്തൊന്നും വാങ്ങേണ്ട വരില്ല. ഇത്രയും പൂവൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഉഷാറായിട്ട് പൂക്കളം ഇടും. എനിക്ക് നോർമൽ പൂക്കളം മതി. നമുക്കിത് മതി. ഇത് സന്തോഷം. മുറ്റത്തുനിന്ന് പറിച്ചിടുന്ന ഭംഗി കിട്ടൂലല്ലോ. ആ, ഉത്രാടത്തിൻ്റെ അന്ന് വൈകുന്നേരം പൂവിടണേ. ഇന്ന് അനിഴ 4 അല്ല, ഒത്തിരി ദിവസമായി. അത്തം, ചിത്തിര, ചോതി. ഇന്ന് 2 പ്രാവശ്യം ചോതി ഉണ്ടായിരുന്നു. വിശാഖം, അനിഴം. 7 ദിവസം. അറിയോ എവിടെ? ആ ചേട്ടനെ കണ്ടില്ല.
അപ്പം ആൻസൂട്ട് എന്താ ഓണാഘോഷ പരിപാടിക്ക് പോകാനായിട്ട് റെഡിയാവുന്നത്. ഇവന് തലയില്ലേ, ഇവൻ്റെ തല എന്തേ? ഏതായാലും ഓണാഘോഷ പരിപാടിക്ക് പോവാല്ലേ, ഇതിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് വെക്കോ. ചെരുപ്പിട്ട് നിൽക്കൂല, ചെരുപ്പിടാതെ നിന്നാൽ മതി. എന്നിട്ട് കാല് പോയി ഒന്ന് കഴിക്കോ, കുഴപ്പമില്ല. ഒന്ന് കുത്തിയിരുന്നോ ഒരു സ്റ്റൈലിനൊക്കെ. ഇനി ഒന്നിങ്ങോട്ട് നോക്കിക്കോ. വൗ വൗ, ഒരു ഫോട്ടോ എടുക്കട്ടെ കേട്ടോ. ഏതില്ലടാ, ഇൻസർട്ട് ചെയ്യണില്ലേ? നീ ഇൻസർട്ട് ചെയ്യാതെ ഈ ഉടുപ്പിന് അതിന് മാത്രം ഇറക്കമൊന്നുമില്ല. പിന്നെ അതേ നോക്കിക്കേ, ആൻസൂട്ടൻ്റെ ഉടുപ്പ് കണ്ടോ? ആൻസൂട്ടൻ്റെ ഉടുപ്പിൽ നല്ല ഡിസൈനൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് വന്നേ, ഇവിടെ നിൽക്കുക, ഇങ്ങനെ നിൽക്കുക. നല്ല ഉടുപ്പാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഉടുപ്പാണ്. ആൻസ് തന്നെ എടുത്തുകൊണ്ട് വന്നതാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇനിയിപ്പം എനിക്കിനി കോളേജിലൊക്കെ പോകണം. അപ്പോൾ എനിക്കിനി ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു. കാലിപ്പതാ നനഞ്ഞ ചെളിയൊക്കെ ആയിട്ടിരിക്കുക. അപ്പോൾ പോവുക. ബാക്കി കുഞ്ഞേ, എൻ്റെ കുഞ്ഞേ, എന്നാ പറ്റിയ കുഞ്ഞേ, ചക്കര കുഞ്ഞേ. ഇപ്പം ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറട്ടെ. അവൻ പോയി നിൽക്കണോ നോക്കിക്കേ. ഇപ്പം ഇട്ട് തീർന്നതേ ഉള്ളേ. ഞാനിപ്പോൾ അതിലേക്ക് നോക്കിയോണ്ട് നിൽക്കുക. മാറിപ്പോടാ, അമ്മയുടെ അടുത്തേക്ക് പോക്കോട്ടോ. പൂവിട്ടാണ്ടിരുന്നപ്പം അപ്പുറത്ത് വെട്ടാൻ വരുന്ന ചേട്ടനുണ്ട് കേട്ടോ. ആ ചേട്ടൻ എനിക്ക് പറിച്ചിട്ട് തരുന്നത് അതേ നല്ല ഭംഗിയുള്ള പൂവെന്നും പറഞ്ഞു. പക്ഷേ ഇത് മാത്രം കൊണ്ട് നമുക്കൊരു പൂക്കളം തീർക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പൂക്കളത്തിൽ റൗണ്ടിലേ ഇവിടെ കുറച്ചധികം ഉണ്ട്. പിന്നെ കാട്ടിൽ നിന്നൊന്നും ഞാൻ പറിച്ചൊന്നുമില്ല. അതാ ഇവിടെ ഒന്ന് തിന്നുവോ, വെള്ളം കുടിക്കുവാന്ന് തോന്നുന്നു. അയ്യേ വേണ്ടടാ, കൊള്ളൂലടാ. പിന്നെ എവിടെ നീളം? അവൻ തേച്ചായിരുന്നു രാവിലെ. ഇല്ല, നന്നായിട്ട് ഇതായിട്ടായിരിക്കണം, ചുളുക്കൊന്നുമില്ലല്ലോ. അതതിലെ ഡിസൈനാ. അത് ഡിസൈനാന്നേ. ജീൻസിന് ഡിസൈൻ ഇല്ലേ, കറുപ്പിനൊക്കെ ഇങ്ങനെ വെള്ള പോലെ. അയ്യോത്തോ ഉണ്ട്. ആ മുഖം ആൾക്കാർ നോക്കിക്കേ, എല്ലാവരും ആ മുഖത്തേക്ക് നോക്കൂ. ആ മുഖത്തെ മ്ലേച്ഛത കാണാൻ പറ്റും. അയ്യനൊരു കൂട്ട സാധനം എടുത്തില്ല. ചേട്ടാ, എനിക്ക് ഒരു കുപ്പി വെള്ളം എടുത്തോണ്ട് തരാവോ? ഞാൻ മറന്നു എടുക്കാൻ. മേശപ്പുറത്ത് എൻ്റെ കുപ്പി ഇരിപ്പുണ്ട് ടേബിളില്. ചേട്ടൻ അപ്പുറത്തോടെ ഇറങ്ങി വരുന്നേ. നമ്മുടെ പൂക്കളം പൂച്ചക്കുഞ്ഞ് വണ്ടിക്കകത്ത് ഉണ്ടോയെന്ന് ഡൗട്ടുണ്ട്. ഇറക്കകത്തില്ലെന്ന് തോന്നും. പൂക്കളം നോക്കൂ. നടുക്ക് റോസാപ്പൂ വെച്ചു, ചുറ്റും കുഞ്ഞു റോസാപ്പൂ വെച്ചു. പൂച്ചക്കുഞ്ഞ് ഇരിക്കുന്ന കേട്ടോ. ഇരിക്കുന്ന കള്ളൻ. ഞാനെടുത്ത് അങ്ങോട്ട് കയറ്റി വയ്ക്കാം, അല്ലെങ്കിൽ അവൻ വണ്ടിക്കടി കയറും. ചേട്ടൻ വെള്ളം കൊണ്ടുവച്ചു. ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സാരി സീമാസിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. സീമാസിൽ ഒരു ദിവസം ചെന്ന് കഴിഞ്ഞപ്പം ഈ സാരിയുടെ ഒരു പരസ്യം അവിടെ ഷൂട്ട് നടക്കുമായിരുന്നേ. അപ്പോൾ ആ ചേച്ചിമാരെനിക്ക് മോളിപ്പോയി ഈ സാരി എടുത്തുകൊണ്ട് തന്നാണ് കേട്ടോ. 540 അത്ര എങ്ങാണ്ടേ ഉള്ളൂ. ഭയങ്കര രസമാണ്, ഉടുക്കാനും നല്ല സിമ്പിളാണ്, നല്ലൊരു മെറ്റീരിയലാണ്. അങ്ങനെ ഞാൻ കോളേജിലേക്ക് പോകാൻ ഇറങ്ങി. ചേട്ടൻ കൊണ്ടുവിടും. അപ്പം വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി ഒരാഴ്ച എന്ന് വെച്ചാൽ പെട്ടെന്ന് പോകും. കാരണം ഇനിയിപ്പോൾ തിങ്കളെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആ ഒരു തിരുവോണത്തിൻ്റെയൊക്കെ ആഴ്ച ആയി. പിന്നെ വീട് മൊത്തം ക്ലീൻ ചെയ്യണം, അടുക്കളയെല്ലാം മൊത്തം പാത്രങ്ങളെല്ലാം മാറ്റി ഫുള്ള് ക്ലീൻ ചെയ്യണം. പിന്നെ ഉത്രാടപ്പാച്ചിലായി, അതായി ഇതായി. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് പോകും കേട്ടോ. 2 മാസം പെട്ടെന്ന് പോയി. പിന്നെയാണോ ഇനി ഒരാഴ്ച. ചേട്ടൻ്റെ ടീഷർട്ടിനേക്കാൾ എനിക്കിഷ്ടം ഷർട്ടാണ്. ചേട്ടൻ ഷർട്ട് ഇടുമ്പോൾ ചേട്ടനെ കാണാൻ പ്രത്യേക ഭംഗി കേട്ടോ. ആലോചിക്കാനായിരിക്കണത്, എടുത്തിട്ടാ പോരെ. അപ്പോൾ ഞാൻ പോയിട്ട് വരാം.
വീഡിയോ ഇഷ്ടപ്പെട്ടാ കോളേജിലേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഡിസൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ.